വളരെ സന്തോഷം തോന്നുന്നു നമുക്കൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ. റിലീസിന് മുന്നേ എനിക്ക് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളുടെ പെർഫോമൻസ്, അതില് ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ തിരുവനന്തപുരത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരു വിനായകൻ ഫാനായി. ആ ഒരു ക്യാരക്ടറിനും ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് രാജുവേട്ടൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ശരിക്കും റിയൽ ലൈഫിൽ രാജുവേട്ടൻ കണ്ട ഒരു ക്യാരക്ടറുണ്ട്. സെക്സ് ഇല്ലാതെ നമ്മളൊന്നും ഉണ്ടാവില്ല. എ ആയാലും ബി ആയാലും പടത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നിരുന്ന് കാണും, ആൾക്കാർക്ക് അത് മനസ്സിലാവും. പിന്നെ വിനായകനെ സംബന്ധിച്ച് വിനായകൻ ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത് എറണാകുളത്തിന്റെ പഴയ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളത് തന്നെയാണ്. വിനായകന്റെ തൊട്ടു മുന്നേ ചെയ്ത ആ പയ്യൻ കറക്റ്റ് വിനായകൻ തന്നെ. അന്നേ റസൂല രാജുവേട്ടൻ്റെ ആദ്യത്തെ പടം. അന്ന് ഫഹദായിരുന്നു അന്നേ റസൂല. അപ്പൊ ഫഹദിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഉള്ള ക്യാരക്ടറാണ് അബു എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ സൗബിന്റെ കോളിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ സൗബിനും ഞാനും പിന്നെ ഫഹദും ഒക്കെ ആ പടത്തിന് മുന്നേ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ഞാന് ഫഹദായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ചാപ്പക്കുരിശ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് അന്നേ റസൂലിന് വരുന്നത്. ഓൾറെഡി അപ്പൊ ഫ്രണ്ട്സ് ആവുമ്പോ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും നമുക്ക് പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ. രാജുവേട്ടൻ ചോദിച്ചു ഇങ്ങനെ ആരാണുള്ളത് ചോദിച്ചപ്പോ ഫഹദ് പറഞ്ഞു സൗബിൻ, ഷൈൻ എന്ന് പറയുന്നവരുണ്ട്, അവരിങ്ങനെ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. സൗബിന്റെ മുന്നേ ഞാൻ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൗബിൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പൊ അങ്ങനെയാണ് രാജുവേട്ടനെ പോയി കാണുന്നതും രാജുവേട്ടൻ അബു എന്ന് പറയുന്ന ക്യാരക്ടർ തരുന്നു. അത് കഴിഞ്ഞിട്ട് രാജുവേട്ടൻ ഞാൻ സ്റ്റീവ് ലപ്പോസ് എന്ന് പറഞ്ഞ പടം ചെയ്തു. അതിൽ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിനുശേഷമാണ് ഇപ്പോ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ചിത്രം. അപ്പോ ഇതിന്റെ ഷൂട്ടിങ്ങിന് മുന്നേ ഇതിന്റെ വിജയകുമാർ അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പറങ്കി എന്ന് പറയുന്ന. പുള്ളിയുടെ അടുത്ത് രാജുവേട്ടൻ പറഞ്ഞു, ഷൈൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ജോണി, കൂടുതൽ സ്ക്രീനിലുള്ള ക്യാരക്ടർ അല്ല പക്ഷെ ഡെപ്തുള്ള ക്യാരക്ടറാണ്. ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് അറിയാവുന്നത് കാരണം ഈ പടത്തിൽ കമ്മട്ടി പടത്തിൽ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്പേസിനായിട്ട് അങ്ങനെ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു പടം വരികയും. പക്ഷെ ഇതിലെ ജോണി എന്ന് പറയുന്ന ക്യാരക്ടർ അബു എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അബു കുറച്ച് ലൗഡ് ആണെങ്കിൽ ജോണി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അധികം സംസാരവും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഉള്ളില് കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള, കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഉള്ളിൽ പകയൊക്കെ വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ജോണിക്ക് ഇതിൽ 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. ജോണിയുടെ ചെറുപ്പവും ഒരു ആക്സിഡന്റിന് ശേഷം ഉണ്ടാവുന്ന പാരലൈസ്ഡ് ആയിട്ടുള്ള തളർന്നു കിടക്കുന്ന ഒരു സിറ്റുവേഷനും. ആ ഒരു ക്യാരക്ടറിനും ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് രാജുവേട്ടൻ പറഞ്ഞു. ഇങ്ങനെ ഒരു ശരിക്കും റിയൽ ലൈഫിൽ രാജുവേട്ടൻ കണ്ട ഒരു ക്യാരക്ടറുണ്ട്, ആരെയും കീഴ്പ്പെട്ട് പാരലൈസ്ഡ് ആയിട്ട് നിരാശ കൊണ്ടും ജീവിതം തകർന്നു പോയ വിഷമം കൊണ്ടും റിവെഞ്ചും എല്ലാം കൊണ്ട് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാൾ. അയാൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വലിച്ചെറിയും നമ്മുടെ മേലേക്ക്, എന്നിട്ട് നമ്മൾ തെറി വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജോണി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ജോണി എത്തിപ്പെടുന്നുണ്ട്. ദുൽഖറിന്റെ കൂടെ ഞാൻ കമ്മട്ടിപ്പാടത്തിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. നീലാകാശത്തിന്റെ ഷൂട്ടിന്, സമീറിന്റെ പടത്തിന് ഞാനും സിദ്ധുവും കൂടി സമീറിന്റെ ക്രൂവിന്റെ കൂടെ ട്രാവൽ ചെയ്തു. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, അവരുടെ ടീമിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെർഫോം ചെയ്യുന്നത് ആ സീക്വൻസിലാണ്, ഏജ് ആയിട്ടുള്ള സീക്വൻസ്. പിന്നെ അന്ന് കുറെ കാലത്തിന് ശേഷമാണ് അന്ന് കാണുന്നത്. അപ്പം അതേപോലെ തന്നെ നമ്മൾ എല്ലാവരുടെ അടുത്തും ഒരേപോലെയാണ്, അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല പെരുമാറ്റത്തിലും കാര്യങ്ങളിലും. എനിക്ക് റിലീസിന് മുന്നേ എനിക്ക് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരാളുടെ പെർഫോമൻസ്, അതില് ബാലൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത് വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് മണികണ്ഠൻ ഭയങ്കര ലൗഡാണ്. ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുവിന്റെ ഒരു 10 ഇരട്ടി അബുവാണ്, അല്ലെങ്കിൽ 100 ഇരട്ടി അബു എന്ന് പറയാം. ബാലൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായി വരുന്നതും ആ ഒരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെടുക്കുന്നതും പിന്നെ ഇവരെ നയിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടർ. പുള്ളി കവിതയിൽ ഉണ്ടാക്കുന്ന ഒരു ഫൈറ്റും കാര്യങ്ങളും
അതിന് തുടർന്നുകൊണ്ട് പോകുന്ന പുള്ളിയുടെ മാനറിസങ്ങളും പുള്ളിയുടെ പെർഫോമൻസും ഒക്കെ ഭയങ്കര ലൗഡായിട്ട് നിൽക്കുക. പക്ഷെ ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഒരു വിനായകൻ ഫാൻ ആയിപ്പോയി. വിനായകൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വിനായകൻ ഞങ്ങൾ ഒരുമിച്ച് ആ സീനുകൾ പെർഫോം ചെയ്യുമ്പോഴും അതിന്റെ ഉള്ളിൽ കൂടെ വേറെ കുറെ കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. വിനായകന് ആ പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അവളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന അതില് ഷോൺ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന കൂട്ടുകാരനും ഇഷ്ടമാണ്. പക്ഷേ വിനായകന് ഒരിക്കലും ഗംഗയ്ക്ക് ഒരിക്കലും ആ പെൺകുട്ടീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. റൊമാൻസ് വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ അതെങ്ങനെ പ്രകടിപ്പിക്കാന്ന് അറിയില്ല. എന്ന് കൂട്ടുകാരനും ഇഷ്ടമാണ്. അപ്പൊ കൂട്ടുകാരനോട് പറയണത് നീ നോക്കിയിട്ട് അല്ല, എന്റെ പെണ്ണാണ്. വേറെ കുറെ കാര്യങ്ങൾ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കൂടി വിനായകന്റേതായിട്ടുള്ള കുറെ ഡെവലപ്മെന്റ്സ് പുള്ളിയുടെ ക്യാരക്ടറിലൂടെ പുള്ളി ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ പ്രായമായിട്ടുള്ള എപ്പിസോഡിലാണെങ്കിലും പുള്ളി ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും പിന്നെ പുള്ളിയുടെ മരിക്കാറായി എന്ന് കാണിക്കുന്ന കുറെ കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വിനായകൻ. ഇല്ലടാ, നല്ല സാധനം കൈകൊള്ളൂല. പിന്നെ വിനായകനെ സംബന്ധിച്ച് വിനായകൻ ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നതും എറണാകുളത്തിന്റെ പഴയ ആ ഒരു അവസ്ഥയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളത് തന്നെയാണ് വിനായകൻ എന്ന് പറയുന്ന ആ വ്യക്തി. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിലെ ഗംഗയും അല്ലെങ്കിൽ ബാലനും അവര് എറണാകുളം ടൗൺ ഉണ്ടാവുന്നതിന് മുന്നേ ജനിച്ചു വളർന്നതാണ് അവിടെ. അപ്പൊ അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് എറണാകുളം ടൗൺ ആയി മാറുന്നതും. അപ്പോൾ അവര് ശരിക്കും റിയൽ ലൈഫിൽ വിനായകൻ അത് കണ്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത് വളരെ നന്നായിട്ട് അത് സ്ക്രീനിൽ അതിനെ ഒരു തരി പോലും ഡ്രാമ കയറ്റാതെ ഇമോഷൻ സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇമോഷൻ സീൻസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് അഭിനയിക്കാം അല്ലെങ്കിൽ അഭിനയിക്കാം നമുക്ക്. പക്ഷെ ഇതിലൊരു പോയിന്റ് പോലും പുള്ളി കൂട്ടിയിട്ടുമില്ല. എന്നാ ഭയങ്കര സെർട്ടിലായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു നമുക്കൊരു പടത്തിൽ അഭിനയിക്കാൻ പറ്റുമല്ലോ. ഏപ്പടം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സെക്ഷൽ അല്ലെങ്കിൽ സെക്സ് മാത്രമല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ വയലൻസും എല്ലാം പെടുന്നുണ്ട്. പിന്നെ ഈ സെക്സും വയലൻസും എന്ന് പറയുന്നതിനെ നമുക്ക് ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം സെക്സ് ഇല്ലാതെ നമ്മളൊന്നും ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവുന്നത് തന്നെ അവിടെ നിന്നല്ല. അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എത്ര കാലം എന്തിനും മാറ്റി നിർത്തണം അതിന്. പിന്നെ വയലൻസ് ഇല്ലാത്ത ഒരു സ്പോട്ട് കാണിച്ചു തന്നെ. എല്ലാ സ്ഥലങ്ങളിലും വയലൻസും കാര്യങ്ങളും ഇല്ല, അതിൻ്റെതായ വയലൻസും കാര്യങ്ങളും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതൊന്നും കാണിക്കാതെ തന്നെ കുട്ടികളിൽ സെക്സും വയലൻസും ഒക്കെ ഉണ്ടായി വരും. നമ്മളിതിപ്പോ സിനിമയിൽ കാണുന്നത് കൊണ്ട് കാണിക്കുന്നത് കൊണ്ടോ ഉണ്ടാവണതല്ല. സിനിമയ്ക്ക് മുന്നേ സെക്സും വയലൻസും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നമ്മള് ആദം ഹവ്വയുടെ കാലത്ത് ഹവ്വയ്ക്കും ആദത്തിന് 2 ആൺകുട്ടികൾ ഉണ്ടാകുന്നു. അതിലൊരു കുട്ടീനോട് സഹോദരനോട് പക തോന്നുന്നു, അസൂയ തോന്നുന്നു. എന്നിട്ട് അവനെ കൊന്ന് അവൻ അവിടെ നിന്ന് വിട്ടുകൊടുന്നു. അവര് ഏത് പടം കണ്ടിട്ടാണ് അവർക്ക് വയലൻസും അതിൽ ഇത്ര ഇതൊക്കെ ഉണ്ടാവുന്നത്? അപ്പോൾ ജീവിതത്തിൽ അതൊക്കെ പക്ഷെ ഒരു ഡയറക്ടർ ഷൂട്ട് ചെയ്തത് ഡയറക്ടറുടെ പെർമിഷൻ ഇല്ലാതെ മുറിക്കണം, അത് കാണിക്കാൻ പറ്റില്ല, ഇത് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പുസ്തകങ്ങൾ എഴുതുന്നില്ലേ, നോവലുകൾ എഴുതില്ലേ? ഇവിടെ ഏത് നോവലിനും അല്ലെങ്കിൽ പുസ്തകങ്ങൾക്കാണ് സെൻസറുള്ളത്. എന്തിന് വീട്ടിലെ ചെറിയ കുട്ടികൾ വരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ടിവിയിൽ വരുന്ന സീരിയലുകൾക്കോ അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളിലോ എന്ത് സെൻസറിങ് ആണുള്ളത്? ആൾക്കാരിൽ ഇത്രയും ദുഷിപ്പും അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചാനലിൽ കാണിക്കണം. അതിനൊന്നും സെൻസറിങ് ഇല്ല. വേറൊരു സ്പേസിൽ നമ്മൾ ഒരു ഡയറക്ടറുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കുന്ന കഥയിൽ അയാൾ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൽ നിന്ന് മുറിക്കണം. അതിന് ആണെന്ന് പറഞ്ഞിട്ട് ഓക്കെ പടം കാണാൻ ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല ഫാമിലിയൊക്കെ വന്നിരുന്ന് പടം കാണുന്നുണ്ട്. അപ്പോൾ എ ആയാലും ബി ആയാലും പടത്തിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നിരുന്ന് കാണും, ആൾക്കാർക്ക് അത് മനസ്സിലാവും. തെറി പറയാത്ത ഞാൻ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ നാട്ടിൽ തെറിയൊക്കെ പറയുന്നുണ്ട്.
അതിപ്പോ ഫിലിമില് ഇപ്പൊ അത് ബീപ്പ് ചെയ്തുകൊണ്ടൊന്നും ആരും കേൾക്കാതിരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ തെറി കേൾക്കാതെ. ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലുകൾ ഉണ്ടായിരിക്കും പടങ്ങളിൽ. രാജുവേട്ടന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിനെ ഒരു തരത്തിലും കൺട്രോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ നടക്കണം, ഈ രീതിയിൽ ചെയ്യണം, ഈ രീതിയിൽ പറയണം എന്നൊന്നും അധികം കമ്പൽ ചെയ്യില്ല പുള്ളി. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫ്രീഡം തരും, നമുക്കൊരു സ്പേസ് തരും. ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാം, ക്യാമറ എവിടെയാണെന്നൊന്നും ബോധർ ചെയ്യേണ്ട. അപ്പൊ നമ്മൾക്ക് അറിയാതെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും. നമ്മൾ അറിയാതെ പെർഫോം ചെയ്തു പോകും, നമുക്ക് അത്രയും സ്പേസ് കിട്ടുമ്പോൾ. അപ്പൊ അനേറസൂലിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യാം, ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്യാം. അതിന്റെ ജസ്റ്റ് ഒരു സ്വഭാവവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇങ്ങനെ അബു എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ലൗഡായിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അബു ഒരു ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു മട്ടഞ്ചേരിക്കാരനാണ്. അടിയങ്ങ് അടി ഇടിയങ്ങ് ഇടി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ സീനിലും ചെന്ന് പെർഫോം ചെയ്യുന്നത്. ഫഹദിന്റെ കൂടെ ഞാൻ ചാപ്പകുരിശാണ് ആദ്യമായിട്ടുള്ള മൂവി ചെയ്തത്. അപ്പോൾ ശരിക്കും ഫഹദ് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മൂവി, ഒരു ആക്ടറിലെ പെർഫോമൻസ് നമ്മൾ സ്ക്രീനിൽ കാണുമെങ്കിൽ കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷെ ഫഹദ് ലൊക്കേഷനിൽ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൊക്കേഷനിലുള്ളവർ തന്നെ അത് വാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ചാപ്പകുരിശിൽ വർക്ക് ചെയ്യുമ്പോൾ. ഒരിക്കൽ ഗുഗു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഫഹദ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു ഓഫീസിൽ വെച്ചിട്ട്. ഗുഗു പെട്ടെന്ന് താഴെ നിന്ന് കയറിയുന്നു, എന്താണ് അവിടെ പ്രശ്നം, എന്താ അവിടെ ആരോ പ്രശ്നം അല്ല, അത് സീൻ എടുത്താണ്. അപ്പൊ അതിന് മാക്സിമം റിയൽ ആയിട്ട് പുള്ളി പെർഫോം ചെയ്യും. അതിന് ആക്ടർ ആവാൻ നമുക്ക് ഒരു ലൊക്കേഷനിൽ വന്ന് ഉണ്ടാവുന്ന ഒരു ആ ചമ്മല് നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കാരണം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ധാരണ, ഒരു ചെറിയ ധാരണ നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് കൊണ്ടും പിന്നെ ചുറ്റും നിൽക്കുന്ന ആളുകൾ പരിചയമുള്ള ആളുകളായതുകൊണ്ടും നമുക്ക് പെർഫോം ചെയ്യാൻ അത് വളരെയധികം ഉപകരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചമ്മലായിരിക്കും. പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ട് നമുക്ക് ഒരു കമാന്നൊരു അക്ഷരം ഇണ്ടാൻ തന്നെ നമ്മൾ ചിലപ്പോൾ ബസ്സിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കേട്ടില്ലേ, ടിക്കറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒച്ചയിൽ നമ്മൾ ആരും സംസാരിക്കില്ലേ പെട്ടെന്ന്, എന്താ ആൾക്കാരെന്താ വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഡയലോഗ്സ് പറയണം. അപ്പോൾ ആ ഒരു ആളുകളായിട്ടുള്ള പരിചയം അല്ലെങ്കിൽ ആ ലൊക്കേഷനുമായിട്ടുള്ള പരിചയം നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ വഴി കിട്ടിയതാണ്. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത്. നല്ല ക്യാരക്ടർ. ഇനിയിപ്പോ അനീഷ് ഉപാസനയുടെ കിൻഡർ ജോയ് റിലീസ് ആവാനുണ്ട്. അതേപോലെ മിഥുൻ മാൻ ഒരു ആട് ചെയ്ത ഡയറക്ടറുടെ ചിത്രം വരാനുണ്ട്. അത് കഴിഞ്ഞ് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റില് കൃഷ്ണകുമാർ ചെയ്യുന്ന ടിയാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് ചിത്രമാണ്. അങ്ങനെ ഇപ്പൊ ഷൂട്ട് കിടക്കുന്ന ദം എന്ന് പറയുന്ന ചിത്രം അനുറാം ഡയറക്ട് ചെയ്യുന്നു. കമ്മട്ടിപ്പാടം പോലെ ഒരു പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൽ തുടക്കത്തിലെ ഫ്രെയിം മുതൽ ലാസ്റ്റ് എൻഡ് ആവുന്നവരെ നമ്മൾ അവിടുന്ന് വേറെ എവിടേക്കും നമ്മുടെ ശ്രദ്ധ പോവില്ല. ഒരു 10-40 വർഷം നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ അതിൽ കൂടെ ജീവിച്ചു പോയെങ്കിൽ നമുക്കത് നേരിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ഈ കഴിഞ്ഞ 40 വർഷം എങ്ങനെയാണ് കടന്നു പോയതെന്നുള്ള കറക്റ്റ് ഒരു ചിത്രമാണ് കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത്. ഒരുപാട് ആക്ടേഴ്സിന്റെ, പ്രത്യേകിച്ച് വിനായകൻ, ബാലൻ, ദുൽഖർ, ഇവരെ 3 പേരുടെ ആണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരുടെ 3 പെർഫോമൻസ് ആണ് തുടക്കം മുതൽ അവസാനം വരെയുള്ളത്. അങ്ങനെ സൗബിൻ, വിനയ്, അലൻസിയർ, അനില്, ഒരുപാട് ആക്ടേഴ്സിന്റെ പെർഫോമൻസ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന കെ ആണ്. പിന്നെ ജോൺ പി വർക്കി, വിനായകനും ഇതിൽ കുറച്ച് പോർഷൻസ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മധുചേട്ടൻ ആണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് അജിത്തേട്ടനും. പിന്നെ ബാലേട്ടനാണ് ഇതിന്റെ തിരക്കഥ ചെയ്തിരിക്കുന്നത്. ബാലേട്ടൻ തന്നെയാണ് ദുൽഖറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട് ഒരു പട്ടണത്തിന് പിന്നിൽ ജീവൻ അർപ്പിച്ചവര്. അവരുടെ കഥയാണ്, നമ്മുടെ കഥയാണ്. ഗോ ആൻഡ് വാച്ച്. താങ്ക് യു.